വത്തിക്കാനിൽ ഔദ്യോഗിക സ്ഥാനത്തുള്ള നിയുക്ത കർദിനാൾമാർ ജോർജ് കൂവക്കാട്ടിനെ സോഷ്യൽ മീഡിയയിൽ കടന്നാക്രമിച്ചും ആക്ഷേപിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം രംഗത്തെത്തി. മാർപ്പാപ്പയുടെ വിദേശയാത്രകളും വിവിധ രാജ്യങ്ങളിലുള്ള സ്ഥാനപതികളുമായി ഔദ്യോഗികമായി ഇടപെടാൻ അധികാരമുള്ള നിയുക്ത കർദിനാൾ കൂവക്കാട്ടിനെയാണ് വളരെ നിലവാരം കുറഞ്ഞ രീതിയിൽ അപമാനിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചത്. പോപ്പിന് തെറ്റുപറ്റാം, തിരുമ്മിക്കൊടുപ്പുകാരൻ കള്ളൻ കൂവക്കാടനാണ് ഇതിനെല്ലാം പിന്നിൽ. എറണാകുളത്തമ്മയുടെ മക്കൾ ഒന്നിച്ചു നിന്നാൽ പോപ്പ് പോലും കൽതായ പക്ഷത്തു നിന്ന് മാറേണ്ടി വരും. സ്വന്തം നിലനിൽപ്പിന് കോട്ടം തട്ടുമെന്ന് തോന്നുമ്പോൾ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നവരെ ഓടിച്ചിട്ടടിക്കണം, ആരായാലും. ഇങ്ങനെ പോകുന്നു വിമതന്മാർ പങ്കുവച്ച പോസ്റ്റുകൾ. എന്തൊരു തെമ്മാടിത്തരമാണ് ഈ പോസ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. മാർപ്പാപ്പയെ പോലും അംഗീകരിക്കുന്നില്ലെന്നുള്ളതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ വിമത വിഭാഗത്തിൽ വലിയ വിള്ളൽ വീണതിന്റെ സൂചനയാണ് ഒപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്ത് തെമ്മാടിത്തരവും വിളിച്ചു പോകുന്ന ഇവന്മാരെ ചവിട്ടി പുറത്താക്കണം. അതിനുള്ള സമയം എന്നേ കഴിഞ്ഞു. എന്തിനുമാരെ വെച്ചുകൊണ്ടിരിക്കുന്നു. വത്തിക്കാൻ, നിയുക്ത കർദിനാൾ എന്നിവരെ പോലും ആക്ഷേപിക്കുന്ന ഇവർക്കെതിരെ സഭാ നേതൃത്വം എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഇന്ത്യയിലെ വത്തിക്കാൻ കാര്യാലയവും പൗരസ്ത്യ തിരുസംഘവും അടിയന്തര ഇടപെടൽ നടത്തണം. ഈ ആവശ്യം വിശ്വാസികളിൽ ശക്തമാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ അടിയന്തരമായി KCBCയും CBCയും ഇടപെടണം. ഇവന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സഭാ നേതൃത്വം ആരെയാണ് പേടിക്കുന്നത്? കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ മാർപ്പാപ്പയെ വരെ എതിർക്കുകയാണ്, മാർപ്പാപ്പയെ വരെ ചോദ്യം ചെയ്യുകയാണ്, മാർപ്പാപ്പയെ വരെ പരിഹസിക്കുകയാണ്. ഇവർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ആരാ കൊടുത്തേ? സഭാ നേതൃത്വത്തിന്റെ വായിൽ പഴം തിരികിയിരിക്കുകയാണോ? കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണോ? പറ്റില്ലെങ്കിൽ ആ സ്ഥാനത്തൊന്നും ഇരിക്കാൻ യോഗ്യരല്ല നിങ്ങളൊന്നും, ഇറങ്ങി പോകണം. അവരവർക്ക് പറ്റുന്ന പണിയെ ഏറ്റെടുക്കാവൂ. അല്ലാതെ വെറും സ്ഥാനത്തിന് വേണ്ടി, സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു അലങ്കാര വസ്തുവായി സ്ഥാനത്തെ കാണുകയും കൊണ്ടു നടക്കുകയും ചെയ്യരുത്. അതിനുവേണ്ടി നിൽക്കരുത്. ആടാൻ വേഷം കെട്ടിയാൽ തിമിർത്താടണം.